ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് കുറേ വർഷങ്ങളായിട്ട് ശബ്ദം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ്. ആളുടെ ഫേസ് കാണാൻ വേണ്ടി കുറെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആളുടെ മുഖം നമുക്ക് കാണിച്ചു തന്നു. സോ ആളുടെ ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരാണ്? മിസ്ട്രി ആൻഡ് മിസ്ട്രിയുടെ പ്രിയതമൻ. അതെ, സ്വാഗതം, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഹായ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആൻഡ് ബ്ലോഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. താങ്ക് യു. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിരുന്നു. ഈ ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ബോളിവുഡ് സിനിമയൊക്കെ കാണില്ലേ, അതാണ് ഉദ്ദേശിച്ചതാണ് തോന്നുന്നത്. അങ്ങനെ പക്ഷെ അതിനെക്കാട്ട് ഗംഭീരായിട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയേണ്ടത് മിഷാൽ എന്ത് ചെയ്യുന്നു, ശരിക്കും മിസ്റ്റർ ചെയ്ത് കൂടുതൽ ഞങ്ങൾക്ക് രണ്ടുപേരെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ആരൊക്കെയാണ് എന്താ ചെയ്യണേ പറയൂ. ഞാനിപ്പോ നാട്ടിലൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഒരു കോഫി ഷോപ്പ്. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ആ കോഫി ഷോപ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ചെറിയ പരിപാടി എക്സ്ക്ലൂസീവ്. ഇതിനു മുമ്പ് ഗൾഫിലായിരുന്നു. എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ചെറിയ ട്രാവൽസ് തുടങ്ങി. ഒട്ടിയെന്നല്ല, ഞങ്ങളെല്ലാം വേറെ വേറെ വൈക്ക് പോയി. അതാണ് തുടങ്ങി വേറെ വൈക്ക് പോയില്ലേ. അപ്പൊ പിന്നെ അങ്ങനെ അടിച്ചു കൂട്ടേണ്ടി വന്നു. പിന്നെ നാട്ടിൽ ഒരു 1.5 കൊല്ലത്തോളായി. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കല്യാണം ഫിക്സ് ചെയ്തു പറഞ്ഞില്ലേ, ആ സമയത്ത് ആൾ നാട്ടിൽ വന്ന് പിന്നെ ഇങ്ങനെ ഇപ്പം വേണോ വേണ്ടിയെന്നുള്ള ഇതില് പിന്നെ പോയതുമില്ല. അങ്ങനെ പിന്നെ ഷോപ്പിന്റെ പ്ലാൻ ചെയ്തു. ഇവിടെ മിസ്റ്ററി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു. ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ വർക്ക് എന്ന് പറയുന്നത്. ആലോചിച്ചാ പറയും ഞാൻ ഇൻഫ്ലുവൻസർ. ഇൻഫ്ലുവൻസർ എന്നല്ല, ബ്ലോഗർ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സമയത്ത് ബ്ലോഗർ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ജോലിയായിട്ട് ആരും ആക്സെപ്റ്റ് ചെയ്യാത്ത സമയമുണ്ട്. ഇന്ന് നമുക്ക് ഒരു യൂട്യൂബർ ആണ്, വ്ളോഗർ ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എന്താ വെച്ചാല് അതിന് ആർക്കും അറിയില്ല ഇതിന്റെ പിന്നിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അധികം ആർക്കും അറിയൂല. കുറെ ആൾക്കാർ വിചാരിക്കും ഓൾ ഫോൺ തൂക്കി. പക്ഷെങ്കിൽ എന്റെ ഫാമിലിയിലും ഞാൻ കണ്ടെടുത്തോളം ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാൻ ഇതാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു വാല്യൂ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചൊരു ആൾക്കാർ മാറി തുടങ്ങിയല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇതിൽ നമുക്ക് ഇൻകം വരുന്നു, നമുക്ക് പ്രൊമോഷൻസ് കൊളാപ്സ് ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ചെയ്യുന്നൊക്കെ കാണുകയാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ നിന്നാണെങ്കിലും മൊത്തത്തിൽ എനിക്കൊരു സപ്പോർട്ട്, ഒരു വാല്യൂ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എനിക്ക് ഉമ്മയല്ലേ ആദ്യം ഇത് തുടങ്ങാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കില്ലേ? അതെ, ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞു. നമുക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിരുന്നു. പിന്നെ നിക്കാഹും കഴിഞ്ഞൊരു 2.5 വർഷം ആയപ്പാണ്. അപ്പൊ നമ്മൾ അന്നോട്ടേ അറിയുന്ന ഐ മീൻ എന്താ ഞാൻ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ മാറിപ്പോയി. ഇത് തുടങ്ങിയ ഞങ്ങൾ റിലേഷൻ അപ്പം ജൂലൈയിലേക്ക് 3 വർഷമാവും നിക്കാഹ് കഴിഞ്ഞിട്ട്. അത്രയും ടൈം സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നമ്മള് കോളേജിൽ നിന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. ഒരേ കോളേജ് ഒരുമിച്ചാണോ? സീനിയർ ആയിരുന്നു. ഞാൻ ബികോം CA. അങ്ങനെ ഒരു ദിവസം എന്റെ ക്ലാസ്സിൽ ഒരു എക്സിബിഷന് വന്ന സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. കണ്ണും ഒടുക്ക് എക്സിബിഷന് വന്ന ആദ്യം ഒടുക്ക്. പിന്നെയാണ് ഞങ്ങൾ അടുത്തത്. അത്ര വരെ കഴിഞ്ഞോ? വളരെ നല്ലൊരു പ്രണയ സ്റ്റോറി ആയിരുന്നു. അന്ന് നമ്മള് കുറച്ച് എക്സ്പെരിമെന്റ് സാധനമൊക്കെ കൊണ്ടുപോയിണ്ടായി ഞാന്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എക്സിബിഷൻ വെച്ച് ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി വരൂല. അങ്ങനെ വന്നതാ മിഷാന്റെ ക്ലാസ്സിലേക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണുന്നേ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് കുറച്ച് ചെറിയ ചോദിക്കുന്നതിനുള്ള ഉത്തരം കൊടുക്കില്ല. അത് അവിടെ ഉണ്ടാക്കി വെച്ചതല്ലാണ്ട് ഉത്തരം ഒന്നുമില്ല. അതല്ല, ഞാൻ 2 കൊണ്ടുപോയിണ്ടായിരുന്നു. ഒന്ന് എന്റെ ഫ്രണ്ടിന് കൊടുത്ത്, ഒന്ന് ഞാനും വെച്ച്. ഓക്കെ, അപ്പൊ മിഷ വന്ന് എന്റെ അടുത്ത് ചോദിച്ച് അടുത്ത ഫ്രണ്ടിനോട് ചോദിക്കുക. അപ്പൊ ഓൾക്കൊന്നും പറയാൻ ഓളിനെ തോണ്ടി പറ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മിഷ പറഞ്ഞ് നിന്റെത് അതല്ലേ, ഇത് ഇവളല്ലേ പറയണ്ടേ, ഇവള് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരായാലും പറഞ്ഞു തന്നാ പോരേന്ന് ചോദിച്ച് അപ്പനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ചാർട്ടിലൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് പറ്റെങ്കിൽ സ്വന്തം വായിച്ച് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞ് അടിയായി. കലിപ്പനായിരുന്നോ മിഷ? അന്ന് ഞാൻ വിചാരിച്ചെന്തോ ഒരു കലിപ്പനാന്ന് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ക്ലാസ്സിന്റെ നേരെ അപ്പുറത്താണ് ഇവരെ ക്ലാസ്. അപ്പൊ ഇങ്ങനെ വരാന്തേ കൂടെ പോകുമ്പോ എങ്ങനെ കാണല്ലോ ഇതൊരു മുരടൻ
ഫസ്റ്റ് തന്നെ വന്നൊരു ജൂനിയറിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ബാക്കി ജൂനിയേഴ്സ് ഒക്കെ അന്ന് വന്നിട്ട് സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സ് ഒക്കെ വന്ന് പ്രൊപ്പോസ് ചെയ്യാ ഭയങ്കര ഇതാക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ടെൻഷനിലും ഇതിലൊക്കെ നിൽക്കുക. അപ്പൊ ആ മിഷ വന്ന് ഈ കലിപ്പ് സംഭവം ഇറക്കണത് മൊത്തത്തിൽ എല്ലാ ബാഡുകൂടി മിഷാനെ തലക്കിട്ടാ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ പുറത്ത് വരാന്തി കൂടി പോകുമ്പോ എന്തോ ഒരു ഇങ്ങനെ നോക്കുന്ന സാധനം അങ്ങനെ എന്നെ നോക്കൂ, അങ്ങനത്തെ ഒരു തെറ്റിയതാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അങ്ങനെ നോക്കി 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 പിന്നെ നോട്ടത്തിന്റെ ഭാവനകളൊക്കെ മാറാൻ തുടങ്ങി കുറച്ചില്ലേ. അങ്ങനെ എങ്ങനെ ആളുടെ ഒരു വേർഷൻ എങ്ങനെയാ ഈ സ്റ്റോറി, ഈ കഥ ആളുടെ പറഞ്ഞു മിഷാന്റെ സൈഡിൽ എങ്ങനെ ഇത് ആളെ ആദ്യമായിട്ട് കാണുന്നത്? ശരിക്കും അറിഞ്ഞുകൊണ്ട് കലിപ്പനാക്കിയതല്ലേ? അല്ല സത്യം. ഞാൻ ആദ്യം അവളെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് കഴിഞ്ഞ് പോയത്. അപ്പൊ അവളോട് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മളെ ജൂനിയർ ആണല്ലോ, നമ്മളൊന്നും മീനാവണല്ലോ. അങ്ങനെ ഇവിടെ ഒന്നും പറയാം. അപ്പൊ ഞാൻ എന്തോ ഹൈയില് നിക്കുക, അതായത് നമ്മളിങ്ങനെ സംസാരിച്ച് നമുക്ക് എന്തോ വിവരമുള്ളവണ്ണം പറയാണല്ലോ നമ്മള്. അപ്പൊ അവള് വന്ന് അത്യാവശ്യം കുറച്ച് പഠിപ്പിയാട്ടോ, അങ്ങനെ പറയുന്നത് സപ്ലി ഇല്ലാണ്ട്. അല്ല ഇവനക്ക് ഞാൻ നോക്കുമ്പോ അക്കൗണ്ട്സിലൊക്കെ എന്തോ പേപ്പർ ക്ലാസ് ടെസ്റ്റിന് എന്തോ പേപ്പർ പുറത്തുനിന്ന് ഇങ്ങനെ ഓന്റെ ഫ്രണ്ട് ചെക്ക് ചെയ്യുന്നോ നോക്കുമ്പോ ഇവനക്ക് എത്ര 38 അതും അക്കൗണ്ട്സിലേ. എനിക്ക് അതിന് മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഇവനക്ക് മാത്സും അക്കൗണ്ട്സ് ഒക്കെ ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ പഠിപ്പിച്ചു ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ തോന്നില്ല. പിന്നെ അത്യാവശ്യം നല്ലോണം ചിത്രം വരയ്ക്കേ. ക്ലാസ് റൂം വന്ന് പെയിന്റ് അടിച്ചപ്പോ എക്സിബിഷൻ വേണ്ടിയിട്ട് ഓരോ റൂമത്തെ ഒരു ചുമര് ഫുള്ള് മിഷാണ് വരച്ചിട്ട് പെയിന്റ് ഒക്കെ എല്ലാവരോട് കൂടിയാ. പക്ഷെ മിഷ വരയ്ക്കുകയൊക്കെ ചെയ്ത് അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഇംപ്രസ് ആവുമല്ലോ. കഴിവുണ്ട്, പഠിക്കും, സപ്ലി ഒന്നും ഇല്ല. അങ്ങനെ ചെക്കന്മാർക്ക് പൊതുവെ സപ്ലി ഇല്ലാണ്ടൊക്കെ കുറവല്ലേ. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ഇംപ്രസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്ര കുഴപ്പമൊന്നും ഇല്ല, അങ്ങനെ വലിപ്പമൊന്നുമില്ല. എന്നിട്ട് ആളെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അപ്പൊ ഇവള് വന്ന് പറയാ നിനക്കെന്തോ ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിക്കുന്നു. നമുക്കത് ഇഷ്ടപ്പെട്ടി. നോർമലി ഇഷ്ടപ്പെടില്ല, നമ്മള് ജൂനിയർ നമ്മളോട് ഞാന് മെയിൻ ആവുന്ന പോലെ ഫീൽ ചെയ്ത്. അപ്പൊ അങ്ങനെ ആട്ടും കൂടെ സംസാരിച്ച് പിന്നെ അന്ന് ഞാൻ ഇറങ്ങി പോന്ന്. പിന്നെ ഇവിടെ പറഞ്ഞ തന്നെ ഡെയിലി ഇങ്ങനെ കാണും. ഞങ്ങൾ അയൽവാസികളാ, അതായത് ക്ലാസിന്റെ. അപ്പൊ എനിക്ക് അത് പുറത്തേക്ക് പാസ് ചെയ്യണമെങ്കിൽ വില ഇത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഡെയിലി ആയിട്ടും കൂടെ ഒക്കെ പോകും. ഇവരുടെ ക്ലാസ് റൂം കടന്നു പോണം. ഓക്കെ. അപ്പൊ ഡെയിലി കാണല്ലോ. മിഷാക്കില്ലേ മീൻസ് ക്രഷ് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ മിഷ കുഴപ്പമില്ല, ഇതിനൊക്കെ ഒരുപാട് കഥയില്ലേ. അല്ല ഡെയിലി നമ്മളെ ക്ലാസ്സിന്റെ ഫ്രണ്ട് കൂടെ പോകുന്ന മിഷ കേട്ടോ എന്താന്ന് തോന്നി തുടങ്ങിയപ്പോ കാണുമ്പോ ഒരു ഭയങ്കര ഒരു മിടിപ്പാണല്ലോ നേരിട്ട് കാണുമ്പോ. എന്നിട്ട് അപ്പുറത്തെ ഒരു വെള്ളം കുടിക്കുന്നുണ്ട്, അത് നമ്മളതിൽ കൂടി ഇപ്പൊ എങ്ങനെ എത്താനുള്ളൂ. എന്നിട്ട് ഫ്രണ്ട് കൂടി ഈ ഒരു ഡോറിന് ഇത് പാസ് ചെയ്യാനുള്ള പേടിയോണ്ട് അപ്പുറത്തു കൂടി വളഞ്ഞു പോയിട്ട് ആ കുടിച്ച് തിരിച്ച് 6 മാസം ഞാൻ അങ്ങനെ കലിപ്പൻ ലോലനായ മാറ്റം. ഓക്കെ, എന്നിട്ട് ആരോടാ പ്രപ്പോസ്? ഫസ്റ്റ് ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു. അത് തോന്നി ഞാനത് പറയൂലെന്ന് തോന്നിയ ശേഷം എന്നോട് പറഞ്ഞായിരിക്കും. കോളേജിൽ നിന്ന് വിട്ട് പോകുന്നതിന് മുൻപാണോ പറഞ്ഞത്? ജസ്റ്റ് കുറച്ച് മുന്നേ അല്ലേ, ഒരാഴ്ച മുന്നേ. അങ്ങനെ എന്തോ നമ്മള് അവിടെ നിന്ന് അങ്ങനെ നിന്നിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് പ്രണയിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇനി വീട്ടുകാർ വിചാരിക്കണം ഞങ്ങള് കോളേജിൽ നിന്ന് പ്രണയിച്ചു നടന്നു. ഒന്നും പ്രണയിച്ചിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ആള് പ്രപ്പോസ് ചെയ്തു മീൻസ് എന്നോട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓനിക്ക് ടെൻഷൻ ആരായി എന്നോട് ചോദിച്ചു ആരാ? ഞാൻ പറഞ്ഞു ഇങ്ങനെയെന്ന്. കൊള്ളാം. എന്തായിരുന്നു ആ സമയത്ത് മനസ്സില്? എന്ത് ആ ഫീൽ എന്തായിരുന്നു? ഓന് മറ്റേ തട്ടത്തി ഞാൻ പറയട്ടെ തട്ടത്തി മരത്തില്ലേ നിവിൻ പോളി അതൊന്ന് കാണിച്ചു. എന്താ ശരിക്കും ഉണ്ടായിട്ടുണ്ടാവും. നടനവൻ ഭാവിയിൽ പ്ലാൻ ചെയ്തതാ. എന്തേലും കാണിച്ചോ ആ സമയത്ത്? അപ്പൊ എന്തായാലും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തേ ഭയങ്കര ഹാപ്പി. നിഷ കുറച്ച് എക്സ്പ്രസീവ് അല്ല, അതുകൊണ്ടാണ് ഫേസിൽ വരൂല. ഞാനാണ് അഭിനയിക്കാൻ മനസ്സിൽ ക്യാമറ വെക്കാം. അതെ കുറച്ച് ഇൻട്രോവേർട്ടാ. ഞാൻ എപ്പോഴും പറയുന്നത് എന്നോട് ഇങ്ങനെ നിർത്ത്
എനിക്ക് തോന്നി ഇവിടെ അത് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം. അപ്പൊ അത് മറികടക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോ വെറുതെ സംസാരിച്ചു എനിക്കങ്ങനെ പറയുന്നത് ഇഷ്ടമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ കോളേജിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഓഫ്കോഴ്സ് ഈ സുന്ദരിയുടെ പുറകെ നടന്നിട്ടുണ്ടാകും, പക്ഷേ ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഈ ആളെ മാത്രം ഇതാണ് നമ്മുടെ ചെറുക്കൻ എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ? ഇതെന്ന് പറയുമ്പോ എന്നെ ഏറലാക്കരുത് പ്ലീസ്. ഇതിലൊന്നും എനിക്ക് പങ്കില്ല, സ്വന്തം കയ്യിൽ സുന്ദരിയാണ് അല്ലാതെ പറയാൻ പറ്റുമോ? ആള് സുന്ദരിയല്ലേ? അതുകൊണ്ടാണല്ലോ നോക്കി. അല്ല വിശ്വാസം ഞാൻ എന്തായാലും ഞാൻ സുന്ദരി ആയിക്കല്ലോ. അങ്ങനല്ല, ഒരു നോർമലി ഒരു പുരുഷൻ ആദ്യം ഒരു സ്ത്രീനോട് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ നമ്മ സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ, എങ്ങനെയാലും സൗന്ദര്യം കണ്ടിട്ട് ഉണ്ട് പറയാ, സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ. ശരി, താങ്ക് യു.